ഓരോ യാത്രയ്ക്ക് ഓരോ എസൻസുകളുണ്ട്. ഇത് കണ്ടോ, ഇത് കാശ്മീരിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ യൂസ്മാർഗ് പോയിട്ട് യൂസ്മാർഗിൽ നിന്ന് ഒരു ബൈക്ക് പോലും കടന്നു വരാത്ത ഒരു ഹിമാലയൻ മലയുടെ മുകളിലേക്ക് നടന്നു പോയിട്ട് ഒരു ഗ്രാമത്തിൽ പോയിക്കുന്നത് കേട്ടോ. ഇത് യൂസ്മാർഗിൽ നിന്ന് ദർഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള നടത്തിയാണ്. ഇത് മൊത്തം മരം കൊണ്ടുണ്ടാക്കിയ വീടാണ്. അതിൻ്റെ മുകളിൽ പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ചേക്കാണ് ഈ വീടുകളിൽ. അങ്ങനത്തെ ഒരു ഗ്രാമത്തിൽ 10-12 വീട് മാത്രമേ ഉണ്ടാവുള്ളൂ. അവരെന്ന് പറയുന്നത് ഏറ്റവും പരിമിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവരോടൊപ്പം ഇൻട്രാക്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഈ ഒരു യാത്രയുടെ ഏറ്റവും വലിയൊരു എസൻസ്. ഇതെൻ്റെ സ്വപ്നമായിരുന്നു. അതിർത്തി ഗ്രാമങ്ങളും അതുപോലെ തന്നെ മെയിൻലാൻഡുമായിട്ട് ബന്ധമില്ലാത്ത ഗ്രാമങ്ങളിൽ പോയിട്ട് അവരുടെ വീടുകളിൽ അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഈ ഒരു യാത്രയിൽ. ഏറ്റവും പരിമിതമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാർ, അവർക്ക് എന്ന് പറയുന്നത് അവർക്ക് കിണറില്ല, അതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോയ്ലറ്റ് സൗകര്യങ്ങളും കാര്യങ്ങളൊന്നുമില്ല, കറണ്ടില്ല, മൊബൈൽ ഫോൺ നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പരിമിതികളുടെ ഉള്ളിൽ ഉള്ള വ്യക്തികളാണ് ഇവരൊക്കെ. പോഷകാംശങ്ങളോ സംഭവമൊന്നുമില്ല. ഇത് കണ്ടോ, ഒരു കൊച്ചു പയ്യനാണ്, അവൻ കുതിരക്കാരനാണ്. അവൻ്റെ ഗ്രാമത്തിലേക്ക് കുതിര മാത്രമേ വരുള്ളൂ, വേറെ വാഹനങ്ങളൊന്നും വരില്ല. അവനായിട്ടുള്ളൊരു ഇൻട്രാക്ഷനാണ്. ഏതൊരു സ്ഥലത്ത് പോയാലും ലോക്കൽസായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് അവരിലൊരാളാവാൻ, ആ ഗ്രാമത്തിലെ ഒരാളാവാൻ ഏതാനും സമയം കൊണ്ട് നമുക്ക് സാധിച്ചു. അതുപോലെ തന്നെ അവരുടെ വീടുകളിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നു, അവർ ഭക്ഷണം തരുന്നു, ചായ തരാൻ വേണ്ടി വിളിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇത് ലഡാക്കിലെ ഒരു റിമോട്ടായിട്ടുള്ളൊരു ഏരിയയിലുള്ളൊരു ദൃശ്യമാണ്. അവിടുത്തെ വഴിപ്പണിക്കാരാണ് ഇവർ. അപ്പോൾ അവരിലെ ഒരാൾ, റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ലേഡിയൊക്കെ നമ്മുടെ വാഹനത്തിൽ കയറി നമ്മളോടൊപ്പം സഞ്ചരിച്ചാണ്. ഇതല്ലാണ്ട് മറ്റ് ആൾക്കാരൊക്കെ നമ്മുടെ വാഹനത്തിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട്. കാശ്മീരിലൊരു പോലീസുകാരി നമ്മളോടൊപ്പം സഞ്ചരിച്ചായിരുന്നു. ഇത് ഒരു ബുദ്ധിസ്റ്റ് മോങ്കാണ് കേട്ടോ. അവരോട് മെഡിറ്റേഷനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ നമ്മളോട് സംസാരിക്കുന്നു, നമ്മളവരോട് ഇൻട്രാക്ട് ചെയ്യുന്നു. ഇത്തരം ഒരുപാട് ഇൻട്രാക്ഷൻസാണ് ഈ ഒരു യാത്രയുടെ എസൻസ് എന്ന് പറയുന്നത്. ഇതിലെല്ലാതും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതിന് ഒരു ലിമിറ്റേഷൻ